ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെറും 2 വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാകും. വീഡിയോ അവസാനം വരെ കാണുക. അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സംവേർ എന്നാണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ പറയാറുണ്ട് എവിടെയെങ്കിലും, അല്ലെ? എവിടെയെങ്കിലും അല്ലെങ്കിൽ എവിടെയോ എന്നുള്ളത് പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംവേർ എന്ന് യൂസ് ചെയ്യുന്നത്. എവിടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. ഫോർ എക്സാമ്പിൾ, നമുക്കിന്ന് എവിടെയെങ്കിലും പോകാം. നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാം, നമുക്ക് പോകാം. നമുക്കറിയാം ലെറ്റ്സ് ഗോ എന്നാണ്, അല്ലെ? അപ്പം ലെറ്റ്സ് ഗോ സംവേർ ടുഡേ. ലെറ്റ്സ് ഗോ സംവേർ ടുഡേ. നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാം, നമുക്ക് പറയാറുള്ളതാണല്ലോ. ഓക്കെ, ഞാൻ എൻ്റെ ബാഗ് എവിടെയോ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാഗ് എവിടെയോ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണ് എവിടെയോ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ വാച്ച് എവിടെയോ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്, അല്ലെ? നമ്മളെ ഓർമ്മയില്ലായ്മ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ എൻ്റെ ബാഗ് എവിടെയോ വെച്ചിട്ടുണ്ട്. ഐ ലെഫ്റ്റ് മൈ ബാഗ് സംവേർ. ഐ ലെഫ്റ്റ് മൈ ബാഗ് സംവേർ. ഞാൻ എൻ്റെ ബാഗ് എവിടെയോ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അവൾ സുഹൃത്തുക്കളോടൊപ്പം എവിടെയോ പോയി. അവൾ സുഹൃത്തുക്കളോടൊപ്പം എവിടെയോ പോയി. എങ്ങനെ പറയാ? ഷീ വെന്റ് സംവേർ വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഷീ വെന്റ് സംവേർ വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ അവളുടെ സുഹൃത്തുക്കളോടൊപ്പം എവിടെയോ പോയി, അല്ലെ? എന്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടോ? അല്ലേ? എന്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടോ? എന്റെ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടോ? എന്റെ പേഴ്സ് എവിടെയെങ്കിലും കണ്ടോ? ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എന്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടോ? എന്റെ ഫോൺ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് യു സീ മൈ ഫോൺ എന്നാണ്. എന്നാൽ എന്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു സീ മൈ ഫോൺ സംവേർ. ഡിഡ് യു സീ മൈ ഫോൺ സംവേർ. എന്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടോ? ഫോണിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റും യൂസ് ചെയ്യാം, അല്ലെ? അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വാച്ച് എവിടെയെങ്കിലും കണ്ടോ? ഡിഡ് യു സീ മൈ വാച്ച് സംവേർ. അവൻ ബസ് സ്റ്റോപ്പിന് സമീപം എവിടെയോ കാത്തു നിൽക്കുകയാണ്. അവൻ ബസ് സ്റ്റോപ്പിന് സമീപം എവിടെയോ കാത്തു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയോ കാത്തു നിൽക്കുകയാണ്. ഇത് ക്വസ്റ്റ്യൻ അല്ല. നമ്മളിങ്ങനെ പറയാ അവൻ ബസ് സ്റ്റോപ്പിന് സമീപം കാത്തു നിൽക്കുകയാണ് എന്നല്ല, നമുക്കറിയില്ല എവിടെയോ കാത്തു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ ഹി ഈസ് വെയിറ്റിംഗ് സംവേർ നിയർ ദ ബസ് സ്റ്റോപ്പ്. ഹി ഈസ് വെയിറ്റിംഗ് സംവേർ നിയർ ദ ബസ് സ്റ്റോപ്പ്. അവൻ ബസ് സ്റ്റോപ്പിൽ എവിടെയോ കാത്തു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ശാന്തമായ എവിടെയെങ്കിലും ഇരിക്കണം. നമുക്ക് ശാന്തമായ എവിടെയെങ്കിലും ഇരിക്കണം, അതായത് ഒരു സൈലന്റ് ഏരിയ, അല്ലെ? നമുക്ക് കുറച്ച് സമയം ഒന്ന് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമുക്ക് ശാന്തമായ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. എവിടെയെങ്കിലും ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം ഇരിക്കണം എന്നുള്ളതാണ്, അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്ത് പറയാം. വി ഷുഡ് സിറ്റ് സംവേർ ക്വയറ്റ്. വി ഷുഡ് സിറ്റ്. നമുക്ക് ഇരിക്കണം. സംവേർ എവിടെയെങ്കിലും, ക്വയറ്റ് ശാന്തമായ. വി ഷുഡ് സിറ്റ് സംവേർ ക്വയറ്റ്. ഓക്കെ, എനിക്ക് അവനെ മുമ്പ് എവിടെയോ കണ്ടതായി തോന്നുന്നു, അല്ലെ? നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് അവനെ മുമ്പ് എവിടെയോ കണ്ടതായി തോന്നുന്നു. ഐ തിങ്ക് ഐ ഹാവ് സീൻ ഹിം സംവേർ ബിഫോർ. ഐ തിങ്ക് ഐ ഹാവ് സീൻ ഹിം സംവേർ ബിഫോർ. അവനെ മുമ്പ് എവിടെയോ കണ്ടതായി തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമുള്ള ഒരു ബോക്സ്, ഫോർ എക്സാമ്പിൾ പണമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് ആയിരിക്കാം. ഈ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് ഈ ബോക്സ് സുരക്ഷിതമായി എവിടെയെങ്കിലും വെക്കൂ. ഈ ബോക്സ് സുരക്ഷിതമായി എവിടെയെങ്കിലും വെക്കൂ എന്നെങ്ങനെ പറയാ? പുട്ട് ദിസ് ബോക്സ് സംവേർ സേഫ്. Put this box somewhere safe. അപ്പോൾ ഒരു സേഫ് ആയി വെക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുട്ടിനേക്കാളും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് കീപ്പ് എന്നും യൂസ് ചെയ്യാം കേട്ടോ. കീപ് ദിസ് ബോക്സ് സംവേർ സേഫ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അവൾ വിദേശത്ത് എവിടെയോ ജോലി അന്വേഷിക്കുകയാണ്.
അല്ലെ, അവൾ വിദേശത്ത് എവിടെയോ ജോലി അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ വിദേശത്ത് എവിടെയെങ്കിലും ജോലി അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഷീ ഈസ് സെർച്ചിങ് ഫോർ എ ജോബ് സംവെയർ അബ്രോഡ്. അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് എന്നാണ്. ഷീ ഈസ് സെർച്ചിങ് ഫോർ എ ജോബ് സംവെയർ അബ്രോഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സംവെയർ യൂസ് ചെയ്തിട്ട് എവിടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സംവെയർ എന്ന് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പാസ്റ്റിലും പ്രസന്റിലും ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിലും അങ്ങനെയും പറയാൻ പറ്റും, ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പറയാട്ടോ. അപ്പൊ ഈ സംവെയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. അവൻ എവിടെയോ ഇരിക്കുന്നുണ്ട്. അവൻ എവിടെയോ ഇരിക്കുന്നുണ്ട് എങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് സംവാട്ട് എന്നാണ്. എന്താണ് സംവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചൊക്കെ എന്ന് പറയാറുണ്ട് നമ്മളല്ലേ. കുറച്ചൊക്കെ, ഒരു പരിധി വരെ, അല്പം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ടാണ് സംവാട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെന്റൻസ് നോക്കാം. എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്. എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട്, അതായത് എനിക്ക് കുറച്ചൊക്കെ ക്ഷീണമുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് അല്പം ക്ഷീണമുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് സംവാട്ട് യൂസ് ചെയ്ത് പറയാം. ഐ ആം സംവാട്ട് ടയർഡ്. ഐ ആം സംവാട്ട് ടയർഡ്. ഓക്കെ, അവൾ ഇന്ന് കുറച്ചൊക്കെ തിരക്കിലാണ്. അവൾ ഇന്ന് അല്പം തിരക്കിലാണ് എന്ന് പറയാറുണ്ടല്ലോ. അല്പം തിരക്കിലാണ്. ഷീ ഈസ് സംവാട്ട് ബിസി ടുഡേ. ഷീ ഈസ് സംവാട്ട് ബിസി ടുഡേ. അവൾ ഇന്ന് അല്പം തിരക്കിലാണ് അല്ലെങ്കിൽ കുറച്ചൊക്കെ തിരക്കിലാണ്. ഓക്കെ, ഈ ബാഗ് കുറച്ചൊക്കെ ഭാരമുണ്ട് അല്ലെങ്കിൽ ഈ ബാഗ് അല്പം ഭാരമുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ദിസ് ബാഗ് ഈസ് സംവാട്ട് ഹെവി. ദിസ് ബാഗ് ഈസ് സംവാട്ട് ഹെവി. ഈ ബാഗ് അല്പം ഭാരമുണ്ട്, കുറച്ചൊക്കെ ഭാരമുണ്ട്. അവൻ കുറച്ചൊക്കെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൻ കുറച്ചൊക്കെ ആശയക്കുഴപ്പത്തിലായിരുന്നു കഴിഞ്ഞ കാര്യമാണ്. ഹി വാസ് സംവാട്ട് കൺഫ്യൂസ്ഡ്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം എന്നാണ്. അപ്പം ഹി വാസ് സംവാട്ട് കൺഫ്യൂസ്ഡ്. ഓക്കെ, എന്തെങ്കിലും ഇപ്പം നമ്മൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഭക്ഷണം കുറച്ചൊക്കെ കാരമാണെന്ന് പറയാറുണ്ട് അല്ലെ. കാരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം നമ്മുടെ പപ്പടം അതുപോലെയുള്ള കാരങ്ങളുള്ള ഒരുപാട് അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഭക്ഷണം അല്പം കാരമാണ് അല്ലെങ്കിൽ കുറച്ചൊക്കെ കാരം ആണ്. ദ ഫുഡ് അല്ലെങ്കിൽ ദിസ് ഫുഡ് ഈസ് സംവാട്ട് സ്പൈസി. സ്പൈസി എന്ന് പറഞ്ഞാൽ കാരം എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് ഈ വിഷയം കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയം കുറച്ചൊക്കെ മനസ്സിലാകുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഐ സംവാട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. ഐ സംവാട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. ഇവിടെ അല്പം കുറച്ചൊക്കെ എന്നൊക്കെ പറയാട്ടോ. ഇനി നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ള ഇപ്പോൾ മുറി കുറച്ചൊക്കെ വൃത്തിയായി തോന്നുന്നു അല്ലെ. ഇപ്പോൾ കിച്ചൺ അല്പമൊക്കെ വൃത്തിയായി തോന്നുന്നു ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ കുറച്ചൊക്കെ റൂം വൃത്തിയായി തോന്നുന്നു എങ്ങനെ പറയാം? ദ റൂം ലുക്സ് സംവാട്ട് ക്ലീൻ നൗ. ദ റൂം ലുക്സ് തോന്നുന്നു, സംവാട്ട് ക്ലീൻ നൗ. ഇപ്പോൾ റൂമൊക്കെ കുറച്ച് വൃത്തിയായി തോന്നുന്നു അല്ലെങ്കിൽ കിച്ചണ്, റൂം അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയാട്ടോ. വിശ്രമിച്ചതിന് ശേഷം അവൾക്ക് കുറച്ചൊക്കെ ഭേദമായി തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും അസുഖം ഉള്ള സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലേ, വിശ്രമിച്ചതിന് ശേഷം അവൾക്ക് കുറച്ച് ഭേദമായി തോന്നുന്നു ഇങ്ങനെ പറയാ. ഷീ ഫെൽറ്റ്, അവൾക്ക് തോന്നുന്നു, സംവാട്ട് കുറച്ചൊക്കെ, ബെറ്റർ ആഫ്റ്റർ റെസ്റ്റിംഗ് അല്ലേ. ഷീ ഫെൽറ്റ് സംവാട്ട് ബെറ്റർ ആഫ്റ്റർ റെസ്റ്റിംഗ്. റെസ്റ്റ് എടുത്തതിന് ശേഷം അവൾക്ക് കുറച്ചൊക്കെ ഭേദം തോന്നുന്നു. റിസൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫലത്തിൽ എനിക്ക് കുറച്ചൊക്കെ സന്തോഷം തോന്നുന്നു അല്ലേ. അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നമ്മളെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പം ഫലത്തിൽ എനിക്ക് കുറച്ചൊക്കെ സന്തോഷം തോന്നുന്നു എങ്ങനെ പറയാം? ഐ എം സംവാട്ട് ഹാപ്പി വിത്ത് റിസൾട്ട്. ഐ എം സംവാട്ട് ഹാപ്പി വിത്ത് റിസൾട്ട്. റിസൾട്ടിൽ എനിക്ക് കുറച്ചൊക്കെ സന്തോഷം തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണ്. അവന്റെ മറുപടി കുറച്ചൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അവന്റെ മറുപടി കുറച്ചൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു, അതായത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എങ്ങനെ പറയും? ഈ സംവാട്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് തന്നിട്ടുള്ളത്. സംവേർ യൂസ് ചെയ്തിട്ടും സംവാട്ട് യൂസ് ചെയ്തിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ആയിട്ട് അറിയിക്കാട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സെന്റൻസ് അറിയാമെങ്കിൽ അതും കൂടെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ തരുന്ന വർക്കുകളും അതുപോലെ ഷോർട്സുകളും എല്ലാ വീഡിയോസുകളും ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ പുതിയ ചാനൽ ആവശ്യമുള്ളവർ അതും കൂടി കാണാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എപ്പോഴും പറയും, ചില സമയത്ത് ഞാൻ മറന്നു പോകുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.